കാനഡയിലേക്ക് പറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ പുത്തൻ അവസരം. ഇമിഗ്രേഷൻ നടപടികളിൽ പുതിയ മാറ്റവുമായി കാനഡ. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിൽ വിദേശ പൗരന്മാർക്ക് നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ 2023-2025 വർഷത്തേക്കായി വിവിധ ഇമിഗ്രേഷൻ പദ്ധതികളാണ് കാനഡ അവതരിപ്പിക്കുന്നത്. 2025ഓടെ 5.5 ലക്ഷത്തിലധികം സ്ഥിര താമസക്കാരെ എത്തിക്കാനാണ് നീക്കം. സ്റ്റഡി പെർമിറ്റ് ചൂഷണം ചെയ്യുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ജൂലൈയിൽ കനേഡിയൻ സർക്കാർ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. സ്റ്റഡി പെർമിറ്റുകളുടെ പ്രോസസിംഗ് അവസാനിപ്പിക്കുന്നതും ഇതിൽ ഉൾപ്പെട്ടു. പുതിയ നിയന്ത്രണങ്ങൾ പ്രകാരം വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറുമ്പോഴെല്ലാം പുതിയ സ്റ്റഡി പെർമിറ്റിനായി അപേക്ഷിക്കണം. കൂടാതെ പുതിയ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പെർമിറ്റ് നേടുകയും വേണം. ഇസ്രായേൽ ഹമാസ് യുദ്ധ സാഹചര്യത്തിൽ ഇസ്രായേലി പൗരന്മാരുടെ തൊഴിൽ വിസ 2025 ജൂലൈ 31 വരെ നീട്ടുന്നതായി കനേഡിയൻ സർക്കാർ കഴിഞ്ഞ ജൂണിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കനേഡിയൻ അതിർത്തികളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റുകൾക്കായി വിദേശ പൗരന്മാർക്ക് ഇനി മുതൽ അപേക്ഷിക്കാനാവില്ലെന്ന് ഇമിഗ്രേഷൻ, അഭയാർത്ഥി, പൗരത്വ വകുപ്പ് മന്ത്രി മാർക്ക് മില്ലർ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. ഫ്ലാഗ് പോളിംഗ് തടയുന്നതാണ് ഇതെന്ന് മില്ലർ ചൂണ്ടിക്കാട്ടുന്നു. വിസയ്ക്കായി അപേക്ഷിക്കുന്നതിനായി കനേഡിയൻ അതിർത്തി, അതായത് പോർട്ട് ഓഫ് എൻട്രി മുഖാന്തരം രാജ്യത്ത് നിന്ന് പുറത്തു കടക്കുകയും തിരികെ രാജ്യത്തെത്തുകയും ചെയ്യുന്നതിനാണ് ഫ്ലാഗ് പോളിംഗ് എന്ന് പറയുന്നത്. വർക്ക് പെർമിറ്റിനും സ്റ്റഡി പെർമിറ്റിനും ആവശ്യമായ കാത്തിരിപ്പ് കാലയളവ് ഒഴിവാക്കുന്നതിനായി കാനഡയിലെ താൽക്കാലിക താമസക്കാർ രാജ്യം വിടുകയും 24 മണിക്കൂറിനകം തിരികെ പ്രവേശിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണിത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അതിർത്തിയിൽ ഒരേ ദിവസം തന്നെ ഇമിഗ്രേഷൻ സേവനങ്ങൾ ലഭ്യമാകുന്നു. യോഗ്യരായ കെയർ ഗീവർമാർക്ക് കാനഡയിൽ എത്തിയാലുടൻ പെർമനന്റ് റെസിഡൻസി നൽകുന്ന പുതിയ 2 പൈലറ്റ് പദ്ധതികൾ ആരംഭിച്ചതായും ഇമിഗ്രേഷൻ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. കെയർ ഗീവർമാർക്ക് കാനഡയിൽ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി. വിദേശികളുടെ മാതാപിതാക്കളെയും മുത്തശ്ശന്മാരെയും കാനഡയിൽ എത്തിക്കുന്നതിനായി അവതരിപ്പിച്ച സൂപ്പർ വിസ പദ്ധതിയിൽ അപേക്ഷിച്ചവരിൽ ഇതുവരെ 35,700 പേർക്ക് ക്ഷണമയച്ചെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 2020 മുതൽ അപേക്ഷിച്ചവർക്കാണ് വിസ അയക്കുന്നത്. മെയ് 21 ഇതിന്റെ വിതരണം ആരംഭിച്ചതും. കനേഡിയൻ പൗരന്മാർക്ക് PR ലഭിച്ചവർക്കും അവരുടെ മാതാപിതാക്കൾക്കും മുത്തശ്ശന്മാർക്കും സ്ഥിര താമസത്തിനുള്ള അവസരം ഒരുക്കുന്ന പദ്ധതിയാണിത്. പുതിയ സംരംഭകർക്ക് കാനഡയിലേക്ക് വരുന്നത് എളുപ്പമാക്കുന്ന സ്റ്റാർട്ടപ്പ് വിസ പ്രോഗ്രാം നടപടിക്രമങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ മുതൽ കൂടുതൽ സുഗമമാക്കിയിരുന്നു. പ്രോസസിംഗ് സമയം കുറയ്ക്കുകയും അപേക്ഷ പൂർത്തിയാക്കുന്നതിനുള്ള കാലതാമസം പരിഹരിക്കുകയും ചെയ്യുമെന്നാണ് ഇമിഗ്രേഷൻ വകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത്. തൊഴിൽക്ഷാമം പരിഹരിക്കുന്നതിനും വിദേശ വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്നതിനുമായി കാനഡ നിരവധി പുതിയ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ 24 മണിക്കൂർ തൊഴിൽ ഇതിൽ ഉൾപ്പെടുന്നു. അതേസമയം കാനഡയിൽ സ്ഥിര താമസം, അതായത് പെർമനന്റ് റെസിഡൻസി ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ പൗരന്മാർക്ക് സുവർണ അവസരമാണ് കൈവരുന്നത്. കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് പ്രോഗ്രാമിലൂടെ വിവിധ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കാണ് ഈ അവസരം. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ്, സിറ്റിസൺഷിപ്പ് കാനഡ, അതായത് IRCCയുടെ ഈ സംരംഭം കാനഡയിൽ തൊഴിൽ പരിചയമുള്ള വിദഗ്ധ തൊഴിലാളികൾക്ക് ഗുണം ചെയ്യും. 6,300 പേർക്കാണ് ഇപ്പോൾ അവസരമുള്ളത്. കനേഡിയൻ തൊഴിൽ പരിചയമുള്ളവരും സ്ഥിരം താമസക്കാർ ആകാൻ ആഗ്രഹിക്കുന്നതുമായ വിദഗ്ധ തൊഴിലാളികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്. ഒരുപാട് കടമ്പകൾ കടക്കുന്നതിന് ശേഷം മാത്രമാണ് വിദേശ പൗരന്മാർക്ക് സ്ഥിര താമസം ഉറപ്പാക്കാൻ സാധിക്കൂ. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ കാനഡയിൽ കുറഞ്ഞത് 1 വർഷത്തെ വൈദഗ്ധ്യമുള്ള പ്രവൃത്തി പരിചയം, ഇംഗ്ലീഷോ ഫ്രഞ്ചോ അറിഞ്ഞിരിക്കണം. കാനഡയിൽ ജോലി ചെയ്യാൻ നിയമപരമായി അനുവാദമുള്ളപ്പോൾ നേടിയ പരിചയമാണ് കണക്കാക്കുകയും ഇതിനായി മാനദണ്ഡമായി സ്വീകരിക്കുകയും ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.